ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി ഒരു വീഡിയോ ആണ്. പൊതിച്ചോറ് കെട്ടുന്നത് എങ്ങനെയാണെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ പൊതിച്ചോറിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ, അതായത് എന്തൊക്കെ കറികളാണ് പൊതിച്ചോറ് വെച്ച് നമ്മൾ പൊതി കെട്ടുന്ന സമയത്ത് കൂടുതൽ നല്ലതായിട്ട് തോന്നുന്ന കറികൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഞാൻ വയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, എല്ലാവരും എൻ്റെ ചാനൽ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അപ്പോൾ നമ്മൾ പൊതിച്ചോറിലേക്ക് വേണ്ടുന്ന തോരൻ, മെഴുക്കുപുരട്ടി, ചമ്മന്തി, അച്ചാറ്, മുട്ട പൊരിച്ചത്, മീൻ വറുത്തത്, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പം അതൊക്കെ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഉണ്ടാക്കിയത് ഡീറ്റെയിൽഡായിട്ട് ഞാൻ കുക്ക് ചെയ്യുന്നത് കാണിക്കുന്നില്ല, എങ്കിലും നമ്മൾ ചെയ്യുന്നത് എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവരും അവസാനം വരെയും കാണണം. പൊതിച്ചോറ് കിട്ടുന്ന രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ അവസാനം വരെ കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ടുന്ന ചമ്മന്തി ആദ്യം അരയ്ക്കാൻ തുടങ്ങാം. അപ്പോൾ ചമ്മന്തി അരയ്ക്കുന്നതിനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇവിടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയും നമുക്ക് വേണ്ടത് ചുട്ട മുളകാണ്, വറ്റൽമുളക്. അത് കനലിൽ തന്നെ ചുട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ ഞാനിന്ന് ചോറ് വെച്ച അടുപ്പിലേക്ക് കനലുണ്ടായിരുന്നു, അതിലിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇനിയും വിറകടുപ്പ് ഇല്ലാത്തവരുണ്ടല്ലോ, അപ്പം സ്റ്റൗവിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതിയാകും. ഞാനിപ്പോൾ എരിയുള്ള ഒരു 3 മുളകാണ് ഇവിടെ ചുട്ടെടുക്കുന്നത്. അത് മതിയാകും 1 കപ്പ് ചമ്മന്തിക്ക് വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളക് വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് അരയ്ക്കാം, പക്ഷേങ്കിൽ ഇതാണ് ഒന്നും കൂടി ടേസ്റ്റ്. അപ്പം 3 മുളക് ഞാനിട്ടു. കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇട്ടിട്ടുണ്ട്, ഉപ്പ്. ഇത്രയും ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയായി. ഇനിയും നമ്മൾ തോരനാണ്. തോരന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങളെന്ന് പറയുന്നത് ബീൻസ്, ക്യാരറ്റ്, കാബേജ്, സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഇത്രയും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് നമുക്കൊരു ഉരുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചേർത്തിട്ടുണ്ട്. ഒരു 2 നല്ല വലിയ പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി വെച്ച് 10 മിനിറ്റ് വെച്ചിരിക്കാം. ഇനി നമ്മൾ തയ്യാറാക്കേണ്ടത് നമ്മുടെ മീൻ വറക്കാൻ ആവശ്യമായ മസാല തയ്യാറാക്കുക. അപ്പം ആ മസാല തയ്യാറാക്കി നമുക്ക് മീനിൽ തേച്ച് പിടിപ്പിച്ച് നമുക്ക് അത് ഒരു 10-15 അരമണിക്കൂർ വെച്ചാലും നല്ലതാണ്. അപ്പം ഈ മീനിലേക്ക് ഞാൻ ഉണ്ടാക്കിയ മസാല, മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, അല്പം മല്ലിപ്പൊടിയുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട്, കായപ്പൊടി, ഉലുവപ്പൊടി, ഞാൻ എല്ലാ മീനിനും അത് ചേർക്കാറുണ്ട്, പിന്നെ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് 10 മിനിറ്റ് വെച്ചിരുന്ന് നമ്മുടെ മീനിപ്പോൾ നമ്മൾ വറുത്തെടുക്കുകയാണ്. കൂട്ടത്തിൽ ഒരു സ്റ്റൗവിൽ തോരനും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ മുട്ടയിലേക്ക് ഞാൻ ചേർക്കുന്നത് തക്കാളിയുണ്ട്, ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്, ഉപ്പ്. ഒരു 5 മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഉപ്പൊക്കെ ചേർത്തിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് അടിച്ചെടുത്ത് നമുക്ക് എന്നിട്ട് പൊരിച്ചെടുക്കാം ഇത്. അപ്പോൾ പെട്ടെന്നാണ് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത്, കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെയുള്ള ഒരുപാട് വീഡിയോകളിൽ ഇട്ടിട്ടുള്ളതാണ്, അത് കാരണമാണ്. ഇപ്പം നമ്മളുടെ മുട്ടയെല്ലാം കൂടെ ഒന്നിച്ചാണ് ഞാനത് പൊരിച്ചെടുത്തിരിക്കുന്നത്. 5 മുട്ടയും കൂടെ ഒന്നിച്ചൊരു പാനിലേക്ക് ഒഴിച്ചാണ് റെഡിയാക്കി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ലവ് ഷേപ്പിൽ ഒരു കട്ടർ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഓരോ മുട്ട സെപ്പറേറ്റ് പൊരിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ളത് എത്ര വേണോ അത്രയും തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇനിയും നമ്മൾക്ക് വേണ്ടത്
മെയിനായിട്ടുള്ളതാണ് നമ്മുടെ പൊതിച്ചോറിൻ്റെ ഇല. വാഴയിലയാണ് ഉപയോഗിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ വാഴയില ആദ്യം വാട്ടിയെടുക്കണം. ഒന്നുകിൽ സ്റ്റൗവിൽ വെച്ച് വാട്ടിയെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിറകടുപ്പിൽ. അപ്പോൾ ഇപ്പം നമ്മൾ എല്ലാ വിഭവങ്ങളും നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. ചോറടക്കം ചോറായിട്ടുണ്ട്, മീൻ വറുത്തതായിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് വറുത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് ഇത് വായിൽ വെള്ളം വരാത്തതായിട്ട് ആരും ഉണ്ടായില്ല. അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ മെഴുക്ക് പുരട്ടി, തോരൻ, അച്ചാർ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് പൊതിച്ചോറിലേക്ക് ഇലയിലേക്ക് നമ്മൾ ഓരോന്നും വിളമ്പി കെട്ടിയെടുത്താൽ മാത്രം മതി. അപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഇപ്പം ഞാൻ കെട്ടാൻ തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ. മുഴുവൻ കാണണേ വീഡിയോ. ഞാനിവിടെ ഒരു 4-5 പൊതി കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ ഇതിൽ മീനും മുട്ടയൊക്കെ കഴിക്കാത്തവരുണ്ട്. ഉള്ളിയൊക്കെ അരിഞ്ഞൊന്ന് അലങ്കരിച്ച് കഴിഞ്ഞപ്പോൾ കാണാൻ എന്ത് ഭംഗിയാണല്ലേ. ഇന്നിപ്പോൾ രാവിലെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണ് എനിക്കിത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇലയൊക്കെ വാട്ടി വെച്ചതെടുത്ത് പൊതി കെട്ടാൻ തുടങ്ങാം. ആദ്യം ഒരു പേപ്പർ ഇട്ടു. അതിന് മുകളിലേക്ക് ഞാൻ നന്നായിട്ട് വാടി ഇലയായിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് കെട്ടുമ്പോൾ പൊട്ടിപ്പോകും. ഞാൻ 2 രീതിയിലാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്ന്, ആദ്യം നമ്മൾ 1 കപ്പ് ചോറ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് ഒതുങ്ങി കിട്ടും നമുക്ക്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും കെട്ടാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇതുകൊണ്ട് സ്പൂൺ കൊണ്ട് വിളമ്പിയിട്ടിട്ട് ചെയ്യത്തില്ലേ. ഇനി നമുക്കതൊന്ന് ഒതുക്കി കൊടുക്കാം. അതിന് മുകളിലേക്ക് നമുക്ക് നമ്മുടെ കറികളൊക്കെ വയ്ക്കാം. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് ഇലയിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വിളമ്പിയിട്ട് ഒന്ന് ഒതുക്കി കൊടുക്കുക. കാരണം ഇതിന് മുകളിലേക്ക് നമുക്കെല്ലാം വെക്കേണ്ടതല്ലേ. ഇനി നമുക്കിതാ ആദ്യം ഞാൻ തോരനാണ് ഇവിടെ വിളമ്പുന്നത്. ആവശ്യത്തിന് നമ്മൾ തോരൻ വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊഴിഞ്ഞു പോകുന്നതൊക്കെ പോയിക്കോട്ടെ. ഇനി നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. ചമ്മന്തി ഞാൻ സ്പൂൺ കൊണ്ടൊന്നുമല്ല, നമ്മുടെ കൈ കൊണ്ട് തന്നെ എടുത്ത് വയ്ക്കുന്ന, അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ ചമ്മന്തി വെച്ചു. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയ്ക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ചേന മെഴുക്ക് പുരട്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഏത് മെഴുക്ക് പുരട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി നമുക്ക് അച്ചാർ വെച്ച് കൊടുക്കാം. ചോറിൻ്റെ മുകളിലായിട്ടാണ് ഇതെല്ലാം നമ്മൾ വെച്ച് കൊടുക്കേണ്ടുന്നത്. ഇനി നമ്മൾ മുട്ട പൊരിച്ചെടുത്തത് 1 2 നമുക്കിഷ്ടമുള്ളത് ആവശ്യത്തിന് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 1 പീസാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ മീൻ വറുത്ത് വെച്ചിരിക്കുന്നത് അത് ഇതിന് മുകളിൽ വയ്ക്കുന്നില്ല, ഞാനിതിൻ്റെ സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. ചെറിയ പീസാണെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ സൈഡിൽ വെച്ചിട്ട് ഒരു സവാളയും കൂടി ഇരുന്നോട്ടല്ലേ. ഇനി നമുക്കിത് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെയാണ് പൊതിയുന്ന രീതി. ഇതിൻ്റെ അടിഭാഗം ആദ്യം ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഇനി മുകൾ ഭാഗം ഇങ്ങോട്ട് തിരിച്ച് മടക്കുക. ഇനിയും നമുക്ക് പൊതിയുന്ന സമയത്ത് നമുക്കൊന്ന് ഒതുക്കി പൊതിഞ്ഞ് കൊടുക്കണേ. അപ്പം നമ്മുടെ ചോറൊക്കെ ആദ്യ ഇല തന്നെ നമ്മൾ അമർത്തണ്ട. ഇങ്ങനെ 2ാമത്തെ പൊതിയാണിപ്പം ഞാൻ കിട്ടുന്നത്. അപ്പോൾ ഇല നന്നായിട്ട് വാടിയിരിക്കണം, അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കെട്ടുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും സാരമില്ല, നല്ല ഇലച്ചോറിന് നല്ല ടേസ്റ്റായിരിക്കും. പൊട്ടിയെന്ന് കൊണ്ടൊന്നും അല്ല. ദാ ഇവിടെ ഒരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഇവിടെ പൊതിച്ചോറ് തുറക്കുന്ന ആ ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെത്ര ആസ്വദിച്ചാണ് തുറക്കുന്നതെന്ന് നോക്കിക്കേ. അതിൻ്റെ മണം വല്ലാത്തൊരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. അതൊക്കെ ആസ്വദിച്ചാണ് പിള്ളേർ തുറന്ന് കഴിക്കാൻ പോകുന്നത്. കണ്ടില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ പൊതിച്ചോറ് കെട്ടുവാൻ ഉള്ള പണി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ
തുടങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പൊതിച്ചോറ് കെട്ടി വെച്ച് നമ്മളൊരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് കഴിക്കുമ്പോഴായിരിക്കും ആ ഇലയുടെയൊക്കെ ഒരു മണവും ഒരു സ്വാദും ഒക്കെ കൂടി വരുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം. പൊതിച്ചോറ് നമ്മുടെ ഒരു നാടൻ ഭക്ഷണമാണ്. എല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ട്. എങ്കിലും കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിക്കുമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിലൂടെ പെട്ടെന്ന് തന്നെ കാണാം. ഓക്കെ, ബൈ.